നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി എന്ന് പറയുന്നത് കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഈ മാസം കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് സ്കില്ലും കോൺഫിഡൻസും നിങ്ങളിൽ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമറെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നതിന് കമ്പനി ശമ്പളം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ ചെലവിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ ദിവസവും ആ മൂല്യം കൂടി വരികയാണ്. നിങ്ങൾ എന്തെങ്കിലും അസുഖം വന്നൊരു ആശുപത്രിയിൽ പോകുമ്പോൾ എങ്ങനത്തെ ഒരു സർജൻ നിങ്ങളെ സർജറി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കും. കോൺഫിഡൻസ് ഉള്ള ഒരു സർജൻ ആണോ അതൊരു ഫ്രഷർ ആണോ? ഒരു കോൺഫിഡൻസിനാണ് കൈ പറിക്കുന്നവരാണോ? കോൺഫിഡൻസ് ഉള്ളവനല്ലേ? ഈ കോൺഫിഡൻസ് എങ്ങനെയാ വരുന്നത്? ബൈ എക്സ്പീരിയൻസ്. നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ വേണമെങ്കിൽ എടുത്ത് നോക്കി, 24 മണിക്കൂർ അവർ കണ്ട ഡോക്ടേഴ്സിന്റെ ലൈഫ് ഏറ്റവും ഹോറിബിൾ ലൈഫ് ഡോക്ടേഴ്സിന്റെ ലൈഫാണ്. എപ്പോ പോകണം ഒന്നും അറിയില്ല, പക്ഷെ അവർ 24 hours അതിൽ ട്യൂൺഡാണ്. ഇന്ന് നിങ്ങൾ എന്തിനാണോ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ ഗോളുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വാല്യൂ അല്ല അടുത്ത വർഷത്തെ വാല്യൂ. 2025 ന്യൂ ഇയറിന് നിങ്ങൾ എന്ത് വാല്യൂ ആണ് പേഴ്സണലി കൊടുക്കുന്നത്, 2026 ന്യൂ ഇയറിന് അതിൽ നിന്ന് 10 മടങ്ങ് കൂടാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 16 മണിക്കൂറിനെ നിങ്ങൾ അലൈൻ ചെയ്യണം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ പറയുന്നത് റിസൾട്ട് ഓറിയന്റഡ് ഗ്രോത്ത്. നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എത്ര മിനിറ്റ് ആ പരിപാടി എടുത്ത് മാറ്റി. സോ ആ പരിപാടി എടുത്ത് മാറ്റുക എന്ന് വെച്ചാൽ 9:30 ഓഫീസിൽ പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്. 9:30 to 6 എന്നുള്ള ആ ഒരു ടൈം ബ്ലോക്ക് എടുത്ത് മാറ്റുക. നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പേഴ്സണലി ടൈം ഒപ്റ്റിമൈസ് ചെയ്യുക. ടെററിസ്റ്റുകൾക്ക് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണോ? പൊളിറ്റീഷ്യൻസിനോ, സിനിമാ നടന്മാർക്കോ, സ്പോർട്സിലുള്ളവർക്കോ, പിന്നെ ആർക്കാ സാറ്റർഡേ സൺഡേ ഹോളിഡേ ഉള്ളത്? ബിസിനസ്സുകാർക്കോ? സ്വന്തമായിട്ട് പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾക്ക് ഹോളിഡേ ഇല്ല. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. കോവിഡ് വരുന്നു, എന്തൊക്കെയോ ജോലി പോകുന്നു, പുതിയ കമ്പനികൾ വരുന്നു പോകുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിൽക്കാൻ പറ്റും, നിങ്ങൾ പറയുന്ന വിലയ്ക്ക്. മനസ്സിലായോ? ഇന്ന് കമ്പനി തരുന്ന കോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ കമ്പനിയുടെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം, ഹെൽപ്പ് മീ ടു ഇൻക്രീസ് മൈ സാലറി. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, HR പിന്നാലെ നടക്കണം. അറിയാം നിന്റെ ടാർഗറ്റ് കുറച്ച് ബാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യ്, ഫുൾ സാലറി തരാൻ വേണ്ടിയിട്ട് പറയുന്നു. യു മസ്റ്റ് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. അതിന് വേണ്ടിയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ക്ലോക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരിക.